ദി പ്രോബ്ലം ഓഫ് ട്രൂ നോളജ്. പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്നും അറിയപ്പെടുന്ന പൊയ്കയിൽ അപ്പച്ചൻ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. 1909 തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂരിൽ അദ്ദേഹം പ്രത്യക്ഷരക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചു. മിഷനറി ചർച്ചുകളിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആരംഭിച്ചതെങ്കിലും താമസിയാതെ ഒരു സ്വതന്ത്ര സ്വത്വം സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം മാറി. പുലയ, പറയ, കുറവ തുടങ്ങിയ അടിമത്തത്തിലും നിശബ്ദതയിലും കഴിയുന്ന സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ അന്തസ്സും അംഗീകാരവും നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പൊയ്കയിൽ അപ്പച്ചൻ സംസാരിച്ചു. പുലയ, പറയ, കുറവ തുടങ്ങിയ അടിമത്തത്തിലും നിശബ്ദതയിലും കഴിയുന്ന സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ അന്തസ്സും അംഗീകാരവും നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പൊയ്കയിൽ അപ്പച്ചൻ സംസാരിച്ചു. ദളിതർക്ക് ചരിത്രത്തിന്റെ അഭാവമാണ് അവരുടെ തുടർച്ചയായ അടിച്ചമർത്തലിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയിൽ അദ്ദേഹം പറഞ്ഞു: കേരളത്തിലെ നിരവധി വംശങ്ങളുടെ ചരിത്രങ്ങൾ ഞാൻ കാണുന്നു, പക്ഷേ എൻ്റെ വംശത്തെക്കുറിച്ച് ഒന്നുമില്ല. ചരിത്രത്തിൽ ദളിത് പ്രാതിനിധ്യത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വേദന ഈ പ്രസ്താവനയിൽ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് ചരിത്രം എന്നത് കേവലം ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നില്ല. അത് ഐഡന്റിറ്റി, ഡിഗ്നിറ്റി ആൻഡ് ഏജൻസി തുടങ്ങിയവ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. ദളിതർക്കായി മറ്റൊരു ചരിത്രം നിർമ്മിച്ചുകൊണ്ട് അവരെ കേരള സമൂഹത്തിന്റെ ആധുനികതയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ആൻഡ് സിംബൽസ്. PRDSലൂടെ പൊയ്കയിൽ അപ്പച്ചൻ പുതിയ മതചിഹ്നങ്ങളും പുതിയ പ്രാർത്ഥനാരീതികളും അവതരിപ്പിച്ചു. ഇവ വെറും ആചാരങ്ങളല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി തൻ്റെ സമൂഹം നേരിട്ട അടിമത്തത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഭീകരതകളെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള വഴികളായിരുന്നു. ഈ അനുഭവങ്ങൾ ആവർത്തിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് അടിമത്തത്തിൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരായി. ഇത് ചരിത്രം എഴുതുക മാത്രമല്ല, പുതിയൊരു ആത്മബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഈ രീതിയിൽ ഈ മൂവ്മെന്റ് ചരിത്രത്തിന്റെ ഭാവനാത്മകമായ പുനർനിർമ്മാണ പദ്ധതിയായി മാറി. ദി റോൾ ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. ദളിതർക്ക് തങ്ങളെക്കുറിച്ചുള്ള അറിവ് നിർമ്മിക്കാനും നഷ്ടപ്പെട്ട ചരിത്രം വീണ്ടെടുക്കാനും സഹായിച്ചതിനാൽ അദ്ദേഹം ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനം ശക്തമായിരുന്നു. ഉദാഹരണത്തിന്, രക്ഷാനിർണയനത്തിന്റെ പരിശീലനത്തിനിടെ സഭയിലെ യുവ അംഗങ്ങൾ അടിമത്തത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും കഥകൾ നാടകീയമായി വിവരിച്ചു. ഈ പ്രകടനങ്ങൾ അടിച്ചമർത്തലിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലും ശാക്തീകരണത്തിൻ്റെ ഉപകരണങ്ങളുമായിരുന്നു. ഈ കഥകൾ വീണ്ടും പറയുന്നതിലൂടെ ദളിതർ സഹനത്തിൻ്റെ ഇരകളായി മാറാതെ അവർ സ്വന്തം വിധി രൂപപ്പെടുത്താൻ കഴിയുന്നവരായി മാറി. PRDSലെ അറിവുകൾ ദളിതരെ ദീർഘമായി അടിച്ചമർത്തിപ്പോന്ന അധികാര ശ്രേണികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചു. ഈ സംഭവം പുതിയ ആത്മനിഷ്ഠതകൾ സൃഷ്ടിക്കുകയും അവരുടെ ലോകവീക്ഷണത്തെ പരിവർത്തനം ചെയ്യുകയും ചെയ്തു. നിശബ്ദരായ കീഴുദ്യോഗസ്ഥരായി തുടരുന്നതിനു പകരം ദളിതർ സ്വന്തം ഭാവി നിർമ്മിക്കാൻ കഴിയുന്നവരായി സ്വയം കാണാൻ തുടങ്ങി. അവരുടെ ട്രാൻസ്ഫോർമേഷൻ ആത്മീയവും സാമൂഹികവുമായിരുന്നു. നിലവിലുള്ള അസമത്വ വ്യവസ്ഥകളെ വെല്ലുവിളിക്കാൻ അവർക്ക് അത് ധൈര്യം നൽകി. പൊയ്കയിൽ അപ്പച്ചൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രധാന ഫലം ഒരു പുതിയ സമൂഹത്തിൻ്റെ രൂപീകരണമായിരുന്നു. PRDS ദളിതർക്ക് ഒരു മതപരമായ ഐഡന്റിറ്റി നൽകുക മാത്രമല്ല ചെയ്തത്, പ്രധാനപ്പെട്ട ചരിത്രപരവും സാംസ്കാരികവുമായ നിമിഷങ്ങളെ പ്രാധാന്യമുള്ളതായി അടയാളപ്പെടുത്താൻ അവരെ അത് സഹായിച്ചു. ഉദാഹരണത്തിന്, പരമ്പരാഗത അടിമത്തൊഴിലാളികളായ കച്ചത്തോർത്തും തൊപ്പിപ്പാലയും വസ്ത്രമായി മാത്രമല്ല, അടിച്ചമർത്തലിൻ്റെ പ്രതീകങ്ങളായും ഓർമ്മിക്കപ്പെട്ടു. അത്തരം വിശദാംശങ്ങൾ ഓർമ്മിക്കുകയും പുനർവ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹം അവരുടെ പോരാട്ടങ്ങളുടെ ഓർമ്മകളെ സജീവമായി നിലനിർത്തുകയും അവയെ പ്രതിരോധത്തിൻ്റെ പാഠങ്ങളായി മാറ്റുകയും ചെയ്തു. പൊയ്കയിൽ അപ്പച്ചൻ വെറുമൊരു മതത്തിൻ്റെ നേതാവല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ചരിത്രകാരനുമായിരുന്നു. നിഷേധിക്കപ്പെട്ടവർക്കായി ചരിത്രം സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം വിപ്ലവകരമായിരുന്നു.
PRDS സ്ഥാപിച്ചതിലൂടെ ദളിതർക്ക് അവരുടെ ഭൂതകാലത്തെ ഓർമ്മിക്കാനും അധികാരശ്രേണികളെ ചോദ്യം ചെയ്യാനും സ്വയം ഒരു പുതിയ ഐഡന്റിറ്റി സൃഷ്ടിക്കാനുമുള്ള ഒരു വേദി അദ്ദേഹം നൽകി. ചരിത്രം പാസ്റ്റിനെക്കുറിച്ച് മാത്രമുള്ളതല്ല. വിമോചനം, ആത്മാഭിമാനം, ഇന്നുള്ള അന്തസ്സ് എന്നിവയെക്കുറിച്ചും കൂടിയാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ കാണിക്കുന്നു.